നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായം, ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി വർണ്ണനം. 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞത് വിതുരർ തനിക്ക് അറിയേണ്ടതായ കാര്യങ്ങളൊക്കെ തനിക്കത് നേരെ പോലെ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് മൈത്രേയരോട് ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് ഭഗവത് കഥ പറയാൻ ഒരു അവസരം തന്നല്ലോ എന്ന സന്തോഷത്തോടു കൂടിയിട്ട് മൈത്രേയർ വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ 8-ാമത്തെ അധ്യായത്തിൽ. മൈത്രേയ ഉവാച സൽസേവനീയോ വദപൂർവംശോയല്ലോകപാലോ ഭഗവത് പ്രധാന ബഭൂവിദേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീഷണം. മൈത്രേയർ പറഞ്ഞു, പൂരുവിൻ്റെ വംശം സജ്ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ഏറ്റവും യോഗ്യമായതാണ്. കാരണം ഭഗവാനെ തന്നെ സദാ ആശ്രയിച്ചിരിക്കുന്ന അഷ്ടദിക്പാലകന്മാരിൽ ഒരുവനായ യമൻ വിതുരരായി ഈ വംശത്തിൽ ജനിച്ചു. അജിതനായ ഭഗവാന്റെ കീർത്തിമാലയെ പദം തോറും ചോദ്യങ്ങൾ കൊണ്ട് അങ്ങ് ഏറ്റവും നവീനമാക്കി തീർത്തിരിക്കുന്നു. സോഹം നൃണാംശുള്ള സുഖായ ദുഃഖം മഹഗതാനാം വിരമായതസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യ. തുച്ഛമായ സുഖത്തിനു വേണ്ടി അധികം ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദുഃഖശമനത്തിന് സഹായിക്കുന്ന സാരോപദേശം ഭഗവാൻ തന്നെ ഋഷികളോട് ഉപദേശിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവത പുരാണമാണ് അത്. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഞാൻ ഭാഗവത പുരാണത്തെ വിവരിക്കാം. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഡതത്വം വിവിത്സവസ്തത്വമതപരസ്യ കുമാരമുഖ്യം മുനയോ നവൃച്ഛൻ. സനകാദി മുനിമാർ ഒരു കാലത്ത് പരമപുരുഷതത്വത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവജ്ഞനും ഐശ്വര്യപൂർണനുമായ സംഘർഷണമൂർത്തിയോട്, അതായത് ആദിശേഷനോട് ചോദ്യം ചെയ്തു. സ്വമേവ ദിശ്യം ബഹുമാനയന്തം യം വാസുദേവാവിധമാമനന്തി പ്രത്യക്ഷാഭുജകോശമീശത് ഉന്മീലയന്തം വിബുധോദയായ. ചിത്തത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഏതൊരുവനെ വാസുദേവൻ എന്ന് ഋഷികൾ വർണ്ണിക്കുന്നുവോ, തനിക്ക് ആശ്രയമായിരിക്കുന്ന ആ ദേവനെ ധ്യാനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന സംഘർഷണമൂർത്തി സനകാദികൾക്ക് തത്വോപദേശം ചെയ്യാനും ആ ദേവോത്തമന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി പരമാത്മാവിൽ ഉറപ്പിച്ചിരുന്ന അർദ്ധനിമീലിതമായിരുന്ന നേത്രമാകുന്ന താമരമുട്ടിനെ അല്പം വിടർത്തി. സ്വജൂനദാദ്രേ സ്വജടാകലാഭേർഹുപസ്പൃശന്ധശ്ചരണോപദാനം പത്മം യദർച്ഛന്ത്യ ഹി രാജകന്യ സപ്രേമനാന ബലിഭിർഭരാർത്താഹ. സർപ്പരാജകന്യകുമാർ അനുരൂപ വരന്മാരെ ലഭിക്കാൻ വേണ്ടി നാനാവിധ പുഷ്പങ്ങൾ കൊണ്ട് ഏതൊരു താമരപ്പൂവിനെ പൂജിക്കുന്നുവോ, ആദിശേഷമൂർത്തിയുടെ പാദങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ആ താമരപ്പൂവിന് മുന്നിൽ സനകാദി കുമാരന്മാർ ഗംഗാസ്നാനം കൊണ്ട് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജടാഭാരങ്ങൾ കൊണ്ട് നമസ്കരിച്ചു. മുഹുർഗൃണന്തോ വജസാനുരാഗസ്ഥൽപദേനാസ്യ കൃതാന്യതജ്ഞ കിരീടസഹസ്രമണി പ്രവേഗ പ്രദ്യോതിതോ ധാമഫണസഹസ്രം. സംഘർഷണമൂർത്തിയുടെ മഹാത്മ്യത്തെപ്പറ്റി അറിയുന്നവരായ സനകാദികൾ ആ ദേവനോടുള്ള പരമപ്രേമ നിമിത്തം ഇടർന്ന വാക്കുകളോടെ വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടാണ് ചോദിച്ചത്. സംഘർഷണമൂർത്തി തൻ്റെ 1000 കിരീടങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഉത്തമ രത്നങ്ങളുടെ പ്രഭ കൊണ്ട് ശോഭിക്കുന്ന 1000 ഫണങ്ങളോട് കൂടിയവനായിരുന്നു. പ്രോക്തം കിലേതത് ഭഗവത്തമേന നിവൃത്തിധർമാവിരതായതേന സനൽകുമാരായ സചാഹ പൃഷ്ട സംഖ്യായനായാംഗനൃതം വ്രതായ. പരിപൂർണ ജ്ഞാനമൂർത്തിയായ സംഘർഷനാൽ മോക്ഷധർമ്മത്തിൽ തൽപരനായ സനൽകുമാരനോട് ഉപദേശിച്ചതാണ് ഈ ഭാഗവതമെന്ന് പ്രസിദ്ധമാണ്. പിന്നീട് സാങ്ക്യായന മുനി സനൽകുമാരനോട് ചോദിച്ചപ്പോൾ ആ മുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. സാങ്ക്യായന പാരമഹംസ്യ മുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതി ജഗാദസോസ്മദ് ഗുരവേ നിദായ പരാശരായാത ബൃഹസ്പതിശ്ച
പരമഹംസധർമ്മം സ്വീകരിച്ചവരിൽ മുഖ്യനായ സാങ്ധ്യായനൻ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ വർണ്ണിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നതിനാൽ ശിഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തികഞ്ഞിരുന്ന ഞങ്ങളുടെ ഗുരുവായ പരാശരനും പിന്നെ ബൃഹസ്പതിക്കും ഭാഗവതം ഉപദേശിച്ചു. പ്രോവാചമഹ്യം സദയാലുരുക്തോ മുനിപുലസ്തേന പുരാണമാദ്യം സോഹം തവേതത് കഥയാമി വത്സാശ്രദ്ധാലവേ നിത്യമനുബ്രതായ. പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹപൂർണമായ വരദാനം നിമിത്തം പരാശരമുനി ദയനിമിത്തം എനിക്ക് ഉപദേശിച്ചു. എൻ്റെ സ്നേഹത്തിൻ്റെ പാത്രവും എന്നെ നിത്യം അനുഗമിക്കുന്നവനുമായ നിനക്ക് ഇതിനെ ഞാൻ ഉപദേശിക്കാം. ഇവിടെ പുലസ്ത്യൻ പരാശരന് വരം കൊടുക്കാനിടയായതിന് പിന്നിലെ ഒരു കഥയുണ്ട്. പരാശരൻ്റെ പിതാവ് ശക്തിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചു. കോപിഷ്ഠനായ പരാശരൻ രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിനായിട്ട് ഒരു സത്രം നടത്താൻ തീരുമാനിച്ചു. രാക്ഷസന്മാരുടെ പിതാവായ പുലസ്ത്യൻ ഇതറിഞ്ഞ ഉടനെ പരാശരൻ്റെ അടുത്തെത്തി സത്രം നിർത്തണം എന്നപേക്ഷിച്ചു. മഹർഷിയുടെ അഭ്യർത്ഥന മാനിച്ച് സത്രം നിർത്തിയതിന് പ്രതിഫലമായി അങ്ങ് പുരാണ സംഹിതയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന മഹാനായിത്തീരും, ഈശ്വരൻ്റെ പരമാർത്ഥ തത്വം ശരിയായി ധരിക്കുകയും ചെയ്യും എന്ന് വരം കൊടുത്തു. അങ്ങനെ പരാശരൻ പുരാണകർത്താവായി. ഉദാപ്ലുതം വിശ്വമിതം ദദാസി എന്നിദ്രയാമീലിതൃജ്ഞമീലയത് അഹീന്ദ്രതൽപേ ദിശയാനയേക കൃതക്ഷണസ്വാത്മരതോതിരീഹ. ആദിശേഷശയ്യയിൽ ശയിച്ചുകൊണ്ടിരിക്കുന്നവനും ഏകനും സ്വരൂപാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനും പ്രവൃത്തിരഹിതനുമായ ഭഗവാൻ പരമാത്മ സൃഷ്ടിയാദി ലീലകളെ അല്പസമയത്തേക്ക് നിർത്തിവെച്ച് നേത്രങ്ങളെ അർദ്ധനിമീലനം ചെയ്ത് സകലത്തെയും അന്തർഭാഗത്തിൽ ഒതുക്കി ഏകനായിട്ട് യോഗനിദ്രയിൽ ലയിച്ചു. ആ സമയത്ത് ലോകം മുഴുവനും ജലമായിട്ട് ഭവിച്ചു. ഇതിന് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. സ്വന്തശരീരേർപ്പിതഭൂത സൂക്ഷ്മകാലാത്മികാം ശക്തിമുദീരയാണ ഉവാസതസ്മിൻ സലിലേ പ്രദേശേ യഥാനലോദാരുണിരുദ്ധ വീര്യ. ലോകം മുഴുവൻ ജലത്തിൽ മുങ്ങിപ്പോയി. അതിനാൽ സകല സ്ഥൂല വസ്തുക്കളും ജലത്തിൽ ലയിച്ചു. ദേവമനുഷ്യാദി ജീവരാശികളെ മുഴുവനും ഭഗവാൻ തൻ്റെ ശരീരമധ്യത്തിൽ അടക്കി വെച്ചുകൊണ്ട് ആ ജലത്തിൽ വസിച്ചു. സൃഷ്ടിയാദി ലീലകളെ തന്നിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്നു. ഇവയെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടി കാലശക്തിയെ പ്രേരിപ്പിക്കുന്നവനായിട്ട് നിദ്രയെ അവലംബിച്ചു. പ്രകാശവും സ്വരൂപവുമുള്ള അഗ്നി ആ സ്ഥിതി പുറത്തു കാണിക്കാതെ അരണിയുടെ അന്തർഭാഗത്തിലിരിക്കുന്നത് പോലെ ഭഗവാനും സൃഷ്ടി നടത്താനുള്ള വസ്തുക്കളെ ഉള്ളിലടക്കി നിദ്രയിൽ അണ്ടു. ചതുർയുഗാനാം സഹസ്രമപ്സു സ്വപൻ സ്വയോ ധീരിതയാ സ്വശക്തിയ കാലാഖ്യയാ സാധിത കർമ്മതന്ത്രോ ലോകാനബീതാൻ ദദുഷേ സ്വദേഹേ. സാത്മാനന്ദ സ്വരൂപമാകുന്ന ഭഗവാൻ ഈ വിധത്തിൽ 1000 ചതുർയുഗങ്ങൾ ജലത്തിൽ നിദ്രയിൽ കിടന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി അവസാനിച്ചു. കൽപ്പം ആരംഭിച്ച് വീണ്ടും സൃഷ്ടി നടത്തേണ്ട സമയമായി. ഭഗവാനിൽ ലയിച്ചു കിടന്ന സർവ ജീവജാലങ്ങളെയും വീണ്ടും പുറത്തേക്ക് വിടുന്നതിന് സമർത്ഥമായ കാലമെന്നു പേരായ സ്വന്തം ശക്തിയെ ഭഗവത് ഇച്ഛ തന്നെ ഉണർത്തുന്നു. ആ ശക്തി ഉണർന്നപ്പോൾ ഭഗവാൻ കർമ്മസ്വഭാവമുള്ളവനായി തന്നെ ലയിച്ചിരുന്ന ചരാചരാത്മകമായ ജീവരാശികളുടെ സൂക്ഷ്മരൂപത്തെ നോക്കി. തസ്യാർത്ഥ സൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേർ അന്തർഗതോർത്തോ രജസാ തനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധ സുഷ്യംസ്തദാ ഭിദ്യതനാഭിദേശാത്. ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്നത് ഭഗവാന്റെ സങ്കല്പശക്തി ഭൂതസൂക്ഷ്മത്തിൽ സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്ന അത്യന്ത സൂക്ഷ്മങ്ങളായ ഭൂതവർഗം കാലശക്തിയാൽ ഉണർത്തപ്പെട്ട രജോ ഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ഭഗവാന്റെ നാഭീനാളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന വിത്ത് പാകത്തിന് ജലവും ചൂടും കിട്ടുമ്പോൾ അങ്കുരമായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നത് പോലെ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടന്ന ഭൂതസൂക്ഷ്മം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരയുടെ രൂപത്തിൽ പുറത്തേക്ക് പ്രകാശിച്ചു എന്ന് സാരം. സപത്മകോശ സഹദോദതിഷ്ഠകാലേന കർമ്മ പ്രതിബോധനേന സ്വരോജിഷാതൽസലിലം വിശാലം വിദ്യോദയന്നർക്ക ഹിവാത്മയോനി. പരമാത്മാവായ ശ്രീനാരായണന്റെ ഉള്ളിൽ നിന്ന് കാലനിമിത്തം വേഗത്തിൽ ജലത്തിന് മീതെ പുറത്തേക്ക് വന്ന ഭൂതസൂക്ഷ്മരൂപമായ താമരമൊട്ട് സകല ജീവരാശികളുടെയും സമഷ്ടി സ്വരൂപമായ ഒരു ദിവ്യ കമലമായിരുന്നു. അതിൽ നിന്ന് പുറപ്പെട്ട കാന്തി എങ്ങും വ്യാപിച്ചിരുന്ന കാരണജലത്തെ സൂര്യപ്രഭ പോലെ പ്രകാശിപ്പിച്ചു. തല്ലോകപത്മം സൗയേവ വിഷ്ണു പ്രവീവിശ സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിദാത സ്വയംഭുവം യം സ്മവദന്തി സോഭൂത്. സർവഗുണങ്ങളെയും പ്രകാശിപ്പിക്കാൻ പോന്നതായ ലോകരൂപമായ താമരയിൽ
മഹാവിഷ്ണു തന്നെ പ്രവേശിച്ചു. ആശ്ചര്യം! അപ്പോൾ അതിൽ നിന്ന് വേദസ്വരൂപനായ ബ്രഹ്മാവ് ഉണ്ടായി. ആ ദേവന്റെ ജനനം സ്വയം ഉണ്ടായതിനാൽ അതിന് സ്വയംഭൂ എന്ന് പറയുന്നു. ഗുണങ്ങളില്ലാത്ത ഭഗവാൻ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോഴാണ് സൃഷ്ടി നടത്താൻ ഇച്ഛയുണ്ടായത്. ഭഗവാന്റെ രജോ ഗുണമാണ് താമരയായിട്ട് സ്വയം ജനിച്ചത്. സത്വഗുണിയായ വിഷ്ണുവിനെ ആ എന്ന സ്വരം കൊണ്ടും സ്വയംഭൂവായ ബ്രഹ്മാവിനെ ഊ എന്ന സ്വരാക്ഷരം കൊണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നു. ആ ഊ എന്നിവ ചേർന്നാൽ ഓ ആകും. അതിൽ തമോ ഗുണിയായ ശിവന്റെ പ്രതീകമായ മാ കൂടി ചേർന്നാൽ ഓം, അതായത് പ്രണവമായി. തസ്യാം തജാംബോരുഹകർണികായാം അവസ്ഥിതോ ലോകം അപശ്യമാന പരിക്രമാൻ വ്യോമിനി വിവർത്ത നേത്രശ്ചത്വാരിലെ ഭേനുദിശം മുഖാനി. ആ താമരയുടെ മധ്യത്തിലിരുന്ന ബ്രഹ്മദേവൻ പണ്ടുണ്ടായിരുന്ന ലോകത്തെ കാണാനായിട്ട് കണ്ണോടിച്ചു. കാണാത്തതിനാൽ കഴുത്ത് തിരിച്ച് 4 ദിക്കിലേക്ക് നോക്കി. അതിൻ പ്രകാരം 4 ദിക്കും ഒരേ സമയത്ത് കാണാൻ തക്ക വിധത്തിൽ ബ്രഹ്മാവിന് 4 മുഖങ്ങൾ ഉണ്ടായി. തസ്മാദുഗാന്തശസനാവകൂർണാജലോർമിചക്ര സലിലാദ്വിരൂഢം ഉഭാഷിതക്കഞ്ചമുലോകതത്വം നാത്മാനമദ്ദാവിദാതിദേവ. യുഗാവസാനത്തിൽ, അതായത് പ്രളയകാലത്തിന്റെ അവസാനമുണ്ടായ കൊടുങ്കാറ്റുകൊണ്ട് ഇളകി മറിയുന്ന തിരമാലകളുടെ സമൂഹത്തോടു കൂടിയ ആ കാരണജലത്തിൽ നിന്നുണ്ടായ താമരയിലിരുന്ന ബ്രഹ്മാവിന് താൻ ഇരിക്കുന്ന താമരയെക്കുറിച്ചും തന്നെക്കുറിച്ചും ശരിയായ ജ്ഞാനം ഉണ്ടാകാതിരുന്നു. കയ്യേഷയോസാവഹമബ്ജപൃഷ്ടായതോ അബ്ജമനന്യദപ്സു അസ്തിഹതസ്താദിഹ കിഞ്ചനേതദ് അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. ഈ താമരയിലിരിക്കുന്ന ഞാൻ ആരാണ്? മറ്റൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ജലത്തിൽ ഈ താമര എവിടെയൊന്നും ഉണ്ടായി? ഇതിൻ്റെ അടിയിൽ ഇതിന് ആധാരമായി ഒരു വസ്തു ഉണ്ടായിരിക്കണം. കാരണം അധിഷ്ഠാനമായിരിക്കുന്ന ഒരു വസ്തുവില്ലാതെ അധിഷ്ഠേയ വസ്തു ഉണ്ടാകുകയില്ല എന്നത് ഊഹിക്കാം. സയുക്തമുദീക്ഷ്യ തതബ്ജനാള നാഡീഭിരന്തർജലമാവിവേശ നാർവാഗതസ്തത്കരനാള വിജിന്നം സ്തതവിന്ദതാജ. ഇങ്ങനെ ആലോചിച്ചിട്ട് ബ്രഹ്മാവ് ആ താമരയുടെ നാളത്തിൽ കൂടി ജലമധ്യത്തിൽ പ്രവേശിച്ചു. താമരയുടെ ഉൽപ്പത്തി സ്ഥാനം അന്വേഷിച്ച് എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ടും അതിനെ കണ്ടെത്തിയില്ല. തമസ്യപാരേ വിദുരാത്മസർഗം വിജിന്നിതോ ഭൂസുമഹം ത്രിണേമി യോ ദേഹഭാജാമയമീരയാണ പരീക്ഷിണോത്യാഹിരജസ്യ ഹേതി. ഹേ വിതുര, അപാരമായിരിക്കുന്ന തന്നെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അന്ധകാരത്തിൽ തിരയുന്ന ബ്രഹ്മാവിൻ്റെ മഹത്തായ കാലം അവസാനിച്ചു. യാതൊരു വിധത്തിലുള്ള കാലം പ്രാണികൾക്ക് ഭയം ജനിപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നുവോ അത്രയും കാലം ബ്രഹ്മാവ് തെരഞ്ഞു എന്ന് സാരം. എത്ര കാലം ബ്രഹ്മാവ് തെരഞ്ഞു എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നാൽ പ്രാണികൾക്ക് ഭയം ജനിപ്പിക്കുന്ന ആയുഷ്കാലം അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിൽ നിന്ന് പുരുഷന്റെ ആയുഷ്കാലമായ 100 വർഷം കഴിഞ്ഞു എന്ന് ഊഹിക്കാം. തതോ നിവൃത്തോ പ്രതിലബ്ധകാമാ സ്വദിഷ്ണ്യമസാദ്യ പുനഃസദേവ ശനജിതശ്വാസ നിവൃത്തജിത്തോ ഋഷീദാരൂഢ സമാധിയോഗ. പുറത്തുള്ള കാരണജലത്തിൽ തൻ്റെ ഉൽപ്പത്തിസ്ഥാനം അന്വേഷിച്ചപ്പോൾ കാണാതെ മടങ്ങിയ ബ്രഹ്മദേവൻ വീണ്ടും തൻ്റെ വാസസ്ഥാനമായ താമരയിൽ ചെന്നിരുന്നു. മെല്ലെ മെല്ലെ ശ്വാസങ്ങളെ അടക്കി ചിത്തവൃത്തി നിരോധിച്ച് സമാധിയോഗത്തെ ആശ്രയിച്ച് തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ വസ്തുവിനെ കണ്ടെത്തണം എന്നുള്ള നിശ്ചയത്തോടെ ഇരുന്നു. കാലേന സോജപുരുഷായുഷാഭി പ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയേവവാദം അപശ്യത എന്ന പൂർവം. 100 സംവത്സരം ഇപ്രകാരം സമാധിയോഗത്തെ അനുഷ്ഠിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഇതിനു മുമ്പ് പുറത്തന്വേഷിച്ചപ്പോൾ കണ്ടുകിട്ടാത്ത സത്യവസ്തു ഹൃദയമധ്യത്തിൽ സ്വയം പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. ഭഗവാനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത് എന്നും ധ്യാനത്തിലൂടെ അകത്താണ് അന്വേഷിക്കേണ്ടത് എന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മൃണാളഗൗരായത ശേഷഭോഗാപര്യംഗേകം പുരുഷം ശയാനം ഫണാദപത്രായുധമൂർധരത്ന ജുബിർഹദ്വാന്തയുഗാന്തദോയേ. വിശാലമായ കുടകൾ പോലെയുള്ള പണങ്ങളാകുന്ന ശിരസ്സുകളിലെ രത്നങ്ങളുടെ പ്രകാശത്തിൽ അന്ധകാരം നീങ്ങിയിരിക്കുന്ന യുഗാന്തജലത്തിൽ താമര വളയം പോലെ ശുഭ്രമായും നീണ്ടുമിരിക്കുന്ന അതിശേഷ ശരീരമാകുന്ന മെത്തയിൽ കിടക്കുന്ന ഏകനായ പുരുഷനെ ബ്രഹ്മാവ് കണ്ടു. പ്രശംസിബന്ധം ഹരിതോബലാദ്രേ സന്ധ്യാഭ്രണീവേരുരുക്മമൂർധ്ന രത്നോദാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഗ്രിഭാംഗ്രേ.
മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന പാദങ്ങളോടും രത്നങ്ങൾ, ജലധാരകൾ, സൗരഭ്യമുള്ള കാട്ടുപൂക്കൾ എന്നിവയോട് കൂടിയതും മഹത്തായ സ്വർണം ശിരസിലുള്ളതും സന്ധ്യയാകുന്ന വസ്ത്രം ധരിച്ചതുമായ മരതക പർവ്വതത്തിൻ്റെ ശോഭയെ വെല്ലുന്നതായിരുന്നു ബ്രഹ്മാവ് കണ്ട മഹാപുരുഷന്റെ ശരീരശോഭ. ഇവിടെ മരതക പർവ്വതത്തെ ഭഗവാന്റെ ശരീരത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അതായത് ഭഗവാന്റെ കൈകൾ മുളകളാകുന്ന പർവ്വതബാഹുക്കളോടും പാദങ്ങളെ വൃക്ഷങ്ങളാകുന്ന പർവ്വതപാദങ്ങളോടും കിരീടത്തിലെ സ്വർണ്ണകാന്തി പർവ്വതത്തിലെ സ്വർണ്ണകാന്തിയോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന കൗസ്തുഭരത്നം പർവ്വതത്തിലെ രത്നങ്ങളാണ്. പീതാംബരം പർവ്വതത്തെ പൊതിയുന്ന സന്ധ്യാസമയമാണ്. മുത്തുമാല ജലധാരയും വനമാല സൗരഭ്യമുള്ള പുഷ്പങ്ങളുമാണ്. എന്നാൽ പർവ്വതശോഭയെക്കാളും അധികരിച്ചതാണ് ഭഗവാന്റെ ശരീരശോഭ. ആയാമതോ വിസ്തരതസ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാം ശുഗാനാം കൃതശ്രിയാഭാഷിതവേഷദേഹം. നീളം കൊണ്ടും വീതി കൊണ്ടും 3 ലോകത്തെയും ഉള്ളിലടക്കാൻ പര്യാപ്തമായതും വസ്ത്രാഭരണങ്ങളുടെ ശോഭ കൊണ്ട് മരതക പർവ്വത ശോഭയെ ധിക്കരിക്കുന്നതും എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞതുമായ ശരീരത്തോടു കൂടിയ പുരുഷനെ കണ്ടു. സങ്കല്പത്തിനനുസരിച്ച് വേഷത്തെ ദാനം ചെയ്യുന്നവനാണ് ആ ഭഗവാൻ. സ്ഥിരമായ ശരീരമോ വേഷമോ ഇല്ലാത്തവൻ എന്ന് അർത്ഥം. പുംസാം സുകാമായ വിവിക്തമാർഗേർ അഭ്യർച്ചതാകാമധുകാംഗ്രിപത്മം പ്രദർശയന്തം കൃപയാ നഗേന്ദുമയൂഖഭിന്നാങ്കുലിചാരുപത്രം. പരിശുദ്ധമായ ഭക്തിമാർഗത്തെ അവലംബിച്ച് അഭീഷ്ടപ്രാപ്തിക്കു വേണ്ടി പൂജിക്കുന്ന പുരുഷന്മാരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നതും നഖമാകുന്ന ചന്ദ്രനിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങളുടെ സ്പർശ നിമിത്തം വിടർന്നിരിക്കുന്ന വിരലുകളാകുന്ന ദളങ്ങളോട് കൂടിയതും സർവകാമങ്ങളെയും സാധിപ്പിക്കുന്നതുമായ ചരണപത്മങ്ങളെ കരുണയോടുകൂടി കാട്ടിക്കൊടുക്കുന്ന പുരുഷോത്തമനെ ബ്രഹ്മാവ് കണ്ടു. മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരത് കുണ്ടലമണ്ഡിതേന ശോണായുധേനാദരബിംബവാസ പ്രത്യർഹയന്തം സുനസേന സുഭ്രുവ. ശോഭനമായ നാസികയോടും മനോഹരമായ പുരികങ്ങളോടും തൊണ്ടിപ്പഴത്തിന് തുല്യമായിരിക്കുന്ന അധരശോഭയാൽ രക്തം പോലെ ചോർന്നിരിക്കുന്നതും ഏറ്റവും പരിശോഭിക്കുന്ന കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ലോകത്തിൻ്റെ താപത്രയങ്ങളെ തീർക്കുന്ന മന്ദഹാസത്തോടു കൂടിയതുമായ മുഖത്താൽ സ്വഭക്തന്മാരെ പ്രീതിയോടെ ആനന്ദിപ്പിക്കുന്നവനുമായ ഭഗവാനെ കണ്ടു. കദംബകിഞ്ചൽക്കവിശങ്കവാസസാഫലംകൃതം മേഖലയാ നിതംബേ ആരേണ ജാനന്ദതനേന വത്സ ശ്രീവത്സവഷ്ടസ്ഥലവല്ലഭേന. ഹേ വത്സ, കദംബപുഷ്പങ്ങളുടെ അല്ലികൾ പോലെ മഞ്ഞ നിറമുള്ള പട്ടുടുത്തും അരയിൽ വിലയേറിയ രത്നങ്ങൾ പതിച്ച അമൂല്യമായ അരഞ്ഞാണമണിഞ്ഞും മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകും അമൂല്യമായ മുത്തുമാലകളും അടിഞ്ഞിരിക്കുന്ന പുരുഷനെ കണ്ടു. പരാർദ്ധികേയൂരമണിപ്രവേഗ പര്യസ്തോ ദണ്ഡസഹസ്രശാകം അവ്യക്തമൂലം ഭുവനാംഗ്രിവേന്ദ്ര മഹീന്ദ്രഭോഗേരതിവീതവത്സം. ഉത്കൃഷ്ടമായ രത്നങ്ങൾ പതിച്ച തോൾവളകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കൈകളാകുന്ന അനേകം ശാഖകളോടുകൂടിയും സ്പഷ്ടമായിട്ട് കാണപ്പെടാതിരിക്കുന്ന ബ്രഹ്മമാകുന്ന വേരുകളോടും 3 ലോകത്തിലും വ്യാപിക്കാൻ തക്ക വൽപ്പത്തോടു കൂടിയും അതിശേഷനാകുന്ന സർപ്പത്തിൻ്റെ അവയവങ്ങളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന ഭഗവാനാകുന്ന ചന്ദനവൃക്ഷത്തെ ബ്രഹ്മദേവൻ കണ്ടു. ചരാചരോഗോ ഭഗവൻ മഹീന്ദ്ര മഹീന്ദ്രബന്ധും സലിലോപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗം ആവിർഭവത് കൗസ്തുഭരത്നഗർഭം. വീണ്ടും ഭഗവാനെ പർവ്വതത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ജലത്താൽ സ്പർശിക്കപ്പെട്ടും സഹസ്ര കിരീടങ്ങളാകുന്ന പൊൻകുടുമുടികളുള്ളതും സർപ്പബന്ധവും അന്തർഭാഗത്ത് പ്രകാശിക്കുന്ന രത്നങ്ങളോട് കൂടിയതുമായ ചരാചരങ്ങളുടെ വാസസ്ഥാനമാകുന്ന ഭഗവാൻ എന്ന പർവ്വതത്തെ കണ്ടു. പർവ്വതങ്ങൾ ജലത്തിൽ സ്പർശിച്ചു നിൽക്കുന്നു. ഭഗവാനാകുന്ന പർവ്വതം പ്രളയജലത്തിൽ വ്യാപിച്ചിരിക്കുന്നു. മേരു തുടങ്ങിയ പർവ്വതങ്ങളിൽ സ്വർണ്ണ ശിഖരങ്ങളുണ്ട്. ഭഗവാന്റെ ശിരസിൽ 1000 കിരീടങ്ങളുണ്ട്. പർവ്വതങ്ങളിൽ അനേകം സർപ്പങ്ങൾ വസിക്കുന്നു. ഭഗവാൻ ആദിശേഷനാകുന്ന സർപ്പത്തിൽ വസിക്കുന്നതിനാൽ സർപ്പബന്ധുവാണ്. ഭഗവാൻ കൗസ്തുഭരത്നം മാറിൽ അണിഞ്ഞിരിക്കുന്നു. പർവ്വതങ്ങളിലോ അനേകം രത്നങ്ങളുണ്ട്. അജരങ്ങളും പർവ്വതത്തെ ആശ്രയിച്ചു വസിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും തുടങ്ങിയ ചരങ്ങളും വൃക്ഷലതാദികൾ തുടങ്ങിയ അജരങ്ങളും പർവ്വതത്തെ ആശ്രയിച്ചു വസിക്കുന്നു. ഈ സർവ്വചരാചരങ്ങൾക്കും വിരാട് സ്വരൂപമാകുന്ന ഭഗവാൻ ആശ്രയസ്ഥാനമാണ്. അതിനാൽ ഭഗവാനാകുന്ന പർവ്വതത്തെ ബ്രഹ്മാവ് കണ്ടു എന്ന് പറയുന്നത് ഇവിടെ യോജിക്കുന്നു.
നിവീതമാംനായ മധുവ്രതശ്രിയ സുകീർത്തിമയ്യ വനമാലയാ ഹരിം സൂര്യേന്ദുവായുഗ്നഗമം ത്രിതാമഭി പരിക്രമ പ്രാധാനികേ ദുരാസദം. വേദങ്ങളാകുന്ന വണ്ടുകൾ ഭഗവാന്റെ കീർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് സദാ ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായ വനമാല പാദം വരെ നീണ്ടുകിടക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി ഇവരുടെ വ്യാപാരങ്ങൾ ബാധിക്കാതെ ഏകരൂപമായിട്ടിരിക്കുന്നു. 3 ലോകങ്ങളിലും വ്യാപിക്കാൻ തക്ക ശോഭയോടുകൂടിയ സുദർശനം മുതലായ ആയുധങ്ങൾ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് 4 ഭാഗത്തും സഞ്ചരിക്കുന്നതിനാൽ ഭഗവാൻ അപ്രാപ്യനായിരിക്കുന്നു. തർഹേവ തന്നാവിസരസരോജം ആത്മാനമംബശ്വസനം വിയച്ച ദദർശദേവോ ജഗതോ വിദാത നാഥപരം ലോകവിസർഗസൃഷ്ടി. ആ പരമപുരുഷനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ നാഭിയാകുന്ന തടാകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന താമരപ്പൂവിനെയും അതിലിരിക്കുന്ന തന്നെയും വ്യാപിച്ചിരിക്കുന്ന പ്രളയജലത്തെയും വായു, ആകാശം എന്നിവയെയും ബ്രഹ്മാവ് കണ്ടു. ലോകത്തിൻ്റെ സൃഷ്ടി മാത്രം എന്ന സങ്കല്പത്തോടു കൂടി വന്ന ബ്രഹ്മാവ് അന്യമായിട്ടൊന്നും കണ്ടില്ല. ഭക്തൻ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും കാണുകയില്ല എന്ന് സാരം. സകർമ്മബീജം രജസോപരക്ത പ്രജാസുശിക്ഷൻ നിയദേവ ദൃഷ്ട അസ്തോ വിസർഗാവിമുഖസ്തമീര്യം അവ്യക്തവൽപ്പന്യഭി വേശിതാത്മാ. രജോ ഗുണത്താൽ വ്യാപ്തനും പ്രജകളെ സൃഷ്ടിക്കണമെന്ന് ഇച്ഛിക്കുന്നവനുമായ ബ്രഹ്മദേവൻ മുൻപറഞ്ഞ വിധത്തിൽ കാരണജലത്തിൽ താമരപ്പൂവിനെയും വായുവിനെയും ആകാശത്തെയും കണ്ട ഉടനെ ലോകത്തിന് കാരണമായിരിക്കുന്ന ഭഗവാൻ ഇദ്ദേഹമാണ് എന്ന് നിശ്ചയിച്ചു. ആരാലും അറിയപ്പെടാൻ കഴിയാത്ത മാർഗത്തോടു കൂടി ആ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു. ജഗത്തിൻ്റെ കാരണഭൂതനായ ഭഗവാനാണ് ഇത് എന്നറിഞ്ഞ് സ്തുത്യനായ ഭഗവാനെ സ്തുതിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ അഷ്ടമോധ്യായഃ. 3-ാം സ്കന്ധം 8-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. അടുത്ത അധ്യായത്തിൽ ബ്രഹ്മസ്തുതി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.